അത് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിൻ്റെ ഏത് സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു പാർട്ടിയാണ്. ഞങ്ങൾ ഭരണത്തിലില്ലാതിരുന്ന പാർട്ടിയാണ്. കേരളത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്ന പാർട്ടിയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതിനൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുമ്പോൾ ആ ആളുകളെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലവിലുള്ള ആളുകളെ വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് കണ്ണൂർ ജില്ലയിൽ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയോ RSSോ പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ ഒന്നും കടന്നു ചെന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവും. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെടുന്ന ആളുകൾ തന്നെ അവരുടെ പാർട്ടിയുടെ ജീർണതയിൽ മനമെടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ അവരെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടോ ഞങ്ങളുടെ നയപരമായിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിൽ മനമെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. അതാണ് കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിന് കാരണം. മാർക്സിസ്റ്റ് പാർട്ടി എടുക്കേണ്ട നിലപാട്, ഇപ്പം ഞാനിതെല്ലാം പറയുമ്പോൾ ശ്രീ P. ജയരാജൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും ഉയർന്ന ഒരു നേതാവ് കേസിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിന് ആശുപത്രി കിടക്കുകയെന്ന് എഴുന്നേൽക്കാൻ വയ്യ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറന്ന് നടന്ന് പ്രസംഗിക്കുക. കണ്ണൂർ ജില്ലയിൽ ഡെയിലി അദ്ദേഹം 3-4 പൊതുയോഗത്തിലാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദ്രോഗമില്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറ്റിവെക്കലില്ല, അദ്ദേഹത്തിൻ്റെ വാൽവിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നാളെ ഈ മനോജിൻ്റെ വധക്കേസിൽ CBI ഒരു നോട്ടീസ് അയച്ചു തന്നിരിക്കട്ടെ, മറ്റന്നാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ P. ജയരാജൻ പ്രവേശിക്കും. ഇത് ആളുകളെ പറ്റിക്കലല്ലേ? ഇത് തന്നെയല്ലേ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണു ഇതൊക്കെ ശരിയാണെങ്കിലും ചെറിയ പാർട്ടിയാണ് ഈ BJP CPM-നെ അപേക്ഷിച്ച്. പക്ഷേ CPM-കാരൻ ഒരു BJP-കാരനെ കൊന്നാൽ BJP-കാരൻ 2 CPM-കാരനെ കൊല്ലാനുള്ള ശേഷി അവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ള ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പന്തടിച്ച് കളിക്കുന്നതല്ലാതെ ഇവരാരും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നില്ല. 2 കൂട്ടർക്കും ഒരേപോലെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള സമ്മതിച്ചാൽ മതി. ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാനുള്ള ആശയപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അത് അനുവദിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറായി. ഇപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. പോലീസിലെ മാത്രമല്ല, കേരളത്തിൽ ഇത്രയധികം ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം നടത്തിയ ഒരു ഗവൺമെൻറ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകും. അതെ, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് ശ്രീ തിരുവഞ്ചൂരിലേക്ക് പോകണം, ഒരു ഇടവേളയിലേക്കും പോകണം. അതിനു മുമ്പ് ശ്രീ തിരുവഞ്ചൂർ, ഒന്നാമതായി പുകഴ്ത്തുകയല്ല, ആഭ്യന്തരമന്ത്രിയായിരിക്കെ കരുത്തുകാട്ടിയ ഒരു വ്യക്തിയാണ് താങ്കൾ. അന്ന് കർക്കശമായ നിലപാടുകൾ താങ്കൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ കരുത്തനും കർക്കശക്കാരനുമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആയിരിക്കെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ കടിഞ്ഞാണിൽ പോലുമല്ല പോലീസ് എന്ന്. DGP എല്ലാ ദിവസവും ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്ന്. പല സംഭവങ്ങളും നടക്കുമ്പോൾ പിണറായി വിജയൻ മൗനിയാകുന്നു എന്ന്. അങ്ങ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ഈ സേനയെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തയാളാണല്ലോ. പിണറായി വിജയന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ള പ്രശ്നം, അദ്ദേഹത്തിന് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരികയാണ്. കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയെ പാർട്ടിക്കാർ പോയി ഓടിച്ചിട്ട് വെട്ടിക്കൊന്നാൽ ശ്രീ പിണറായി വിജയൻ എങ്ങനെ അതിന് അനുകൂലമാകും, എങ്ങനെ പ്രതികൂലമായി പാർട്ടി ചെയ്ത പ്രവർത്തനത്തെ പ്രതികൂലമായി ഇങ്ങനെ തള്ളിപ്പറയും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ തടവുകാരനായി നിൽക്കുകയാണ്. ആക്ട് ചെയ്യാൻ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്. നമ്മളുടെ കേരളത്തിലെ പോലീസിൽ നല്ല വിഭാഗമുണ്ട്. വളരെ ധൈര്യസമേതം നീതി നടപ്പാക്കുന്നതിന് വേണ്ടി വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളുണ്ട്. TP ചന്ദ്രശേഖരൻ കേസ് വന്നല്ലോ. 1 വർഷക്കാലത്തേക്ക് കണ്ണൂരിൽ ഒരു തുള്ളി രക്തം പോലും വീണില്ലല്ലോ. രാഷ്ട്രീയ കൊലപാതകത്തിന് 1 വർഷക്കാലം ഹോളിഡേ ആയിരുന്നില്ലേ? എന്താ, വളരെ കൃത്യമായി നിഷ്പക്ഷമായി നീതി നിർവഹണം നടത്തുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കിയാൽ അതിനെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുമ്പോൾ ഒരു മെസ്സേജാണ്. ആ പറയുന്ന വാക്കുകളുടെ ഭംഗിയല്ല, അതിനേക്കാൾ അപ്പുറത്തൊരു മെസ്സേജാണ്. എന്താ മെസ്സേജ്? ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തല്ലും, ഞങ്ങൾ കൊല്ലും. ആ മെസ്സേജ് കൊടുത്താൽ ആർക്കാ അവരെ നിയന്ത്രിക്കാൻ പറ്റുക? DGP വിചാരിച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ നിയന്ത്രിക്കാൻ പറ്റുമോ?
താഴെയുള്ള ഏതെങ്കിലും സാധാ പോലീസുകാരൻ വിചാരിച്ചാൽ ഇവരെ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കുറ്റം ചെയ്യുന്ന ആളുകളുടെ ശക്തി സ്രോതസ് ഇതുപോലെ നന്നായി പ്രോത്സാഹിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കെതിരായി ഈ പിണറായി വിജയൻ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? ഒരു നടപടി എടുക്കാൻ പറ്റിയില്ല. ഇത് തുടക്കം മാത്രമാണ്, 100 ദിവസത്തിനുള്ളിലുണ്ടായതാണ്. ഇനി ഇത് ബാക്കി ദിവസങ്ങളിലേക്ക് വരുമ്പോൾ എന്താകും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ശരി ശരി, എനിക്കൊരു ഇടവേള, അതുകൊണ്ട് എനിക്ക് അടുത്ത ചോദ്യത്തിനുള്ള മറുപടി ചുരുക്കം വാക്കുകളിൽ അങ്ങ് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ താങ്കൾ പറയുകയുണ്ടായി 60 മാസം, അതിൽ 3 മാസം എന്നത് എത്രയോ പരിമിതമായ ഒന്നാണ് എന്ന്. പക്ഷേ 60 മാസം ഭരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന ശ്രീ വി മുരളീധരൻ നല്ല ഭംഗിയായി അവതരിപ്പിച്ച മെട്രോ നിങ്ങൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്, കണ്ണൂരിൽ വിമാനം പറത്തിച്ചത്, പിന്നെ ഒരു പുതിയ ടെർമിനൽ തുറന്നത്, സിയാലിലൊരു പുതിയ ടെർമിനൽ തുറന്നത്. ഇതൊക്കെ കണ്ണിൽ പൊടിയിടലായിരുന്നില്ലേ? പിന്നെ അങ്ങയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 36 ലക്ഷത്തിലേക്ക് ക്ഷേമ പെൻഷനുകൾ എത്തിക്കുന്ന തരത്തിൽ ബൃഹത്താക്കി അതിലെ അർഹതപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുകയാണ്, ഈ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് നൽകാതെ 8 മാസത്തോളം അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത്. ഞാൻ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ 2016 ഫെബ്രുവരി മാസം 6-ാം തീയതി കേരളത്തിൽ 37 ലക്ഷം ആളുകൾക്കും പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. SPTയുടെ ചെക്കും കൊടുത്തു. അതിൽ ഞങ്ങൾ രാഷ്ട്രീയമായി വേർതിരിവ് കണ്ടില്ല. അതത് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ ഈ ചെക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുക ചെയ്തത്. പിന്നീട് ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ആ ചെക്ക് അവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലയിലും 80,000 അതിനേക്കാൾ അപ്പുറത്ത് എല്ലാം 1 ലക്ഷത്തിലധികം ഒക്കെ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നു. അത് SPT വഴി ചെയ്ത് ഞങ്ങളത് കൊടുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചതാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയും ഒരുപക്ഷെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ ആ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ അവർ പങ്കെടുത്തിട്ടുണ്ടാകും. 37 ലക്ഷം ഇവിടെ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് ഇതിപ്പോൾ വീട്ടിൽ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് എത്ര ലക്ഷം ആളുകളുണ്ടെന്ന് കണക്ക് നോക്കി എന്നോടൊന്ന് പറയാമോ? ഞങ്ങളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താമോ? 37 ലക്ഷം ആളുകളാണ് ഇവിടെ പെൻഷൻ കിട്ടാൻ അർഹർ. പക്ഷേ എത്ര പേർക്കാണ് കൊടുത്തത്? ആർക്കെങ്കിലും 10 ആളുകൾക്ക് കൊടുത്ത് അതിന്റെ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും പത്രങ്ങളിൽ കുടുംബശ്രീ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിച്ചിട്ടില്ല എന്ന പരാതിയും സർക്കാരിനോട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത റൗണ്ടിൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന കൂടുതൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൂപ്പർ പ്രൈം ടൈമിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പിണറായിയുടെ പിടിയിലോ മന്ത്രിമാർ ഒന്നടങ്കം. ഇടവേളയ്ക്ക് ശേഷം